ഈ റോഡിനെ വിറപ്പിച്ച ദളപതി. നമസ്കാരം സുഹൃത്തുക്കളെ, തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ കത്തുകയാണ്. AIADMKയുടെ കോട്ട എന്നറിയപ്പെടുന്ന ഈ റോഡിനെ ഇളക്കി മറിച്ചുകൊണ്ട് ദളപതി വിജയ് നടത്തിയ രാഷ്ട്രീയ പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം. ഇന്നലെ നടന്ന മഹാസമ്മേളനത്തിൽ വിജയ് ഭരണകക്ഷിയായ TMKയെയും BJPയെയും ഒരേപോലെ കടന്നാക്രമിച്ചു. എന്താണ് ഈ റോഡിൽ സംഭവിച്ചത്? വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് ലക്ഷ്യമിടുന്നത് എന്താണ്? നമുക്ക് നോക്കാം. സെപ്റ്റംബറിൽ കരൂരിലുണ്ടായ നിർഭാഗ്യകരമായ അപകടത്തിന് ശേഷം രാഷ്ട്രീയ വേദികളിൽ നിന്ന് വിജയ് വിട്ടുനിൽക്കുകയായിരുന്നു. എന്നാൽ കൃത്യം 81 ദിവസത്തിനു ശേഷം ഈ റോഡിലെത്തിയത് പഴയ വിജയല്ല, മറിച്ച് വാക്കുകൾ കൊണ്ട് എതിരാളികളെ ചുട്ടുപാലിക്കുന്ന ഒരു കരുത്തുറ്റ നേതാവ്. 1300ഓളം പോലീസുകാർ സുരക്ഷയൊരുക്കിയ വേദിയിൽ 10,000-കണക്കിന് ആരാധകരെ സാക്ഷി നിർത്തിയാണ് അദ്ദേഹം സംസാരിച്ചത്. ഭരണകക്ഷിയായ TMKയെ ദുഷ്ടശക്തികൾ എന്ന് വിശേഷിപ്പിച്ച വിജയ് തന്റെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം തമിഴ്നാടിന്റെ മണ്ണിലെ ശുദ്ധശക്തിയാണെന്ന് പ്രഖ്യാപിച്ചു. പെരിയാറിന്റെ പേര് പറഞ്ഞ തമിഴ്നാടിനെ കൊള്ളയടിക്കുന്ന കുടുംബവാഴ്ചയാണ് ഇവിടെ നടക്കുന്നതെന്ന് അദ്ദേഹം ആഞ്ഞടിച്ചു. സിനിമാ കരിയർ ഉപേക്ഷിച്ച് താൻ വന്നത് ജനങ്ങളെ സേവിക്കാനാണ്, പണം സമ്പാദിക്കാനല്ല എന്ന വിജയിയുടെ വാക്കുകൾ വലിയ കയ്യടിയോടെയാണ് ആരാധകർ സ്വീകരിച്ചത്. സിനിമാ പ്രേമികൾക്ക് ആവേശമായി വിജയിയുടെ അവസാന ചിത്രമായ ജനനായകൻ വാർത്തകളിലും ഇടം പിടിച്ചു. ചിത്രത്തിലെ അനിരുദ്ധ് ഈണം നൽകിയ ഒരു പേരെ വരാലാറ് എന്ന ഗാനം ഡിസംബർ 18 പുറത്തിറങ്ങി യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയവും ആക്ഷനും ചേർത്ത ഒരു കംപ്ലീറ്റ് മാസ് ചിത്രമായിരിക്കും ഇതെന്ന് ഉറപ്പായി കഴിഞ്ഞു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും TVK മത്സരിക്കുമെന്ന് വിജയ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അഴിമതിയില്ലാത്ത ഒരു ഭരണം ഉറപ്പു നൽകുന്ന വിജയ് BJPയെയും രൂക്ഷമായി വിമർശിച്ചു. തമിഴ്നാടിന്റെ താൽപര്യങ്ങൾ ബലികഴിക്കുന്ന ഒരു ശക്തിയെയും മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന അദ്ദേഹത്തിന്റെ നിലപാട് വലിയ ചർച്ചയായിട്ടുണ്ട്. വിജയുടെ ഈ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ സ്റ്റാലിൻ സർക്കാരിന് ഭീഷണിയാകുമോ, അതോ തമിഴ്നാട് കാത്തിരുന്ന പുതിയ മാറ്റമാണോ വിജയ്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യൂ. വിജയുടെ രാഷ്ട്രീയ പടയോട്ടത്തെക്കുറിച്ച് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.